നമസ്കാരം, ഞാൻ ആരതി ഗായത്രി ദേവി, ഡയറക്ടറാണ്. എന്നെ സംബന്ധിച്ച് ഫിസിക്കൽ ഫിറ്റ്നസ്സിനെക്കാട്ടിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് മെൻ്റൽ ഫിറ്റ്നസ് ആണ്. ആക്ച്വലി ഒരാൾ മെൻ്റലി ഭയങ്കര വീക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും, അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ ഇതുപോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ മെൻ്റൽ ഫിറ്റ്നസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡിപ്രഷൻ ആ ഒരു സ്റ്റേറ്റിലൊക്കെ പോകുന്ന എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് പോയിട്ടൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് കുറേ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ നമ്മുടെ സ്ട്രെസ് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഭയങ്കര കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റൽ ഫിറ്റ്നസ്സും ഭയങ്കര കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഏകദേശം ഒരു 30 വയസ്സോടൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിലെ സ്ത്രീകളൊക്കെ വിചാരിക്കുന്നത് 30 വയസ്സെത്തി ഇനി നമുക്ക് ഒന്നും വേണ്ട, നമ്മളെ ഇനിയിപ്പോൾ ആര് കാണാനാ, അല്ലെങ്കിൽ നമ്മളിനിയിപ്പോൾ എന്താ, നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു, നമ്മുടെ ആരോഗ്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ട എന്നൊരു മനോഭാവം നമ്മുടെ പൊതുവേ സ്ത്രീകൾക്കുണ്ട്. പക്ഷെ അതൊരിക്കലും നല്ലതല്ല. ആക്ച്വലി നമ്മൾ തന്നെയാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഭക്ഷണ കാര്യത്തിലും ഒരു 35 ആ ഒരു ഏജൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് മിക്ക സ്ത്രീകൾക്കും. അതെനിക്ക് തോന്നുന്നു അവരവരുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ജോലിയിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സ്ത്രീകളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു അസുഖം വന്നതിന് ശേഷം നിങ്ങളുടെ ഫാമിലി അത് ഫിനാൻഷ്യലി ഒക്കെ ബാധിക്കും. പക്ഷേ അത് അങ്ങനെയൊന്നും വരാതെ കൊണ്ടുപോകാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് തന്നെ പറ്റും. സോ നിങ്ങളുടെ ആഹാര കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ദിനചര്യയിൽ കുറേ മാറ്റം വരുത്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്താൻ ശ്രമിക്കുക.